ഹായ്, ഇന്ന് നമുക്ക് നമ്മുടെ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ കളർ ഇങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഒരു ഫോട്ടോഷോപ്പ് ട്രിക്ക്. ആദ്യം നമുക്ക് വേണ്ട ഇമേജിന് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യും. ഓപ്പൺ വിത്ത് ഫോട്ടോഷോപ്പ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് സെലക്ഷൻ ടൂൾ എടുക്കാം. ഇതിന് W ആണ് ഷോർട്ട് കട്ട്. ശേഷം നമ്മുടെ ഇമേജിനെ നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് അടുത്ത ഭാഗങ്ങൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ചില സെലക്ഷന് മൈനസ് ചെയ്യാന് കീബോർഡിൽ ആൾട്ട് കീ അമർത്തി മതി. ശേഷം ഇവിടെ ഈ ഭാഗം നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ സെലക്ഷൻ ആയ ഒരു ഇമേജ് കിട്ടും. ഒന്ന് റിഫൈൻ അടിച്ചെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡോബ് CC പോലുള്ള പുതിയ വെർഷനുകൾ റിഫൈൻ എഡിറ്റിന് പകരം സെലക്ട് ആൻഡ് മാസ്ക് എന്ന ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് റിഫൈൻ എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്താം. സ്മൂത്ത്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഫെദർ, കോൺട്രാസ്റ്റ്. ഇനി നമുക്ക് ഇതിനെ ഔട്ട്പുട്ട് ന്യൂ ലെയർ എന്ന് കൊടുക്കാം. ശേഷം ഇവിടെ കാണുന്ന ഓക്കെ. ജീവിത സാഹചര്യങ്ങൾ, വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ കമ്പ്യൂട്ടറിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാം എന്നതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം. ഈ ചാനലിന്റെ പ്രവർത്തനത്തിൽ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും ശേഷം വരുന്ന ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ വായിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് പഴയ ലെയർ ഹൈഡായി. സെലക്ട് ചെയ്ത ഭാഗം പുതിയ ലെയറിൽ വന്നു. നമുക്കിപ്പോൾ തൽക്കാലം പുതിയ ലെയറിനെ ഹൈഡ് ചെയ്ത് പഴയ ലെയർ തിരിച്ച് ഉണക്കി അതിനെ സെലക്ട് ചെയ്യാം. ശേഷം ഇവിടെ കാണുന്ന ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എടുക്കുക. ഇവിടെ കാണുന്ന സാച്ചുറേഷൻ ഒന്ന് കുറയ്ക്കാം. നിങ്ങൾക്ക് മൊബൈല്, കമ്പ്യൂട്ടർ എന്നിവയുടെ സംശയങ്ങൾ ചോദിക്കാം. താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, ജോയിൻ എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ശേഷം നമ്മൾ ഇവിടെ കാണുന്ന ലെയർ ഓൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഒരു ഇമേജ് കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഉൾക്കാഴ്ചയിൽ നിന്നും ഞാൻ നന്ദി, നമസ്കാരം.